സുഖാണല്ലോ അല്ലേ? അപ്പൊ പിന്നെ ഇന്ന് ഞാനൊരു വെളിച്ചെണ്ണ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ഈ വെളിച്ചെണ്ണ എന്തുകൊണ്ട് ഈ കളറായി, എന്തുകൊണ്ട് നമുക്ക് വില കുറച്ച് കിട്ടി എന്നുള്ളൊരു ചർച്ചാ വിഷയം ഭയങ്കരമായിട്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കേരളത്തിന്റെ ഷോട്ട് കണ്ട എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാവും. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. മറുനാടൻ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക. ഈ വെളിച്ചെണ്ണയുടെ വില എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കുറച്ച് കിട്ടി? എനിക്കും അറിയില്ല. ഞാൻ യാദൃശ്യമായിട്ട് കടയിൽ പോയപ്പം എനിക്ക് വില കുറച്ച് കിട്ടി, ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പം ഈ വെളിച്ചെണ്ണ എന്തുകൊണ്ട് കളർ മാറി എന്നുള്ള വിഷയം നമ്മുടെ കടക്കാരനാണ് പറയേണ്ടത് അല്ലേ? കടയിലെ ഓണറാണ് നമുക്കുള്ള ആൻസർ തരേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ വെളിച്ചെണ്ണയായിട്ട് കടയിലോട്ട് പോവുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഉള്ള ആൻസർ എന്ന് കിട്ടും കൂടെ വന്നത് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് വാങ്ങി തരുമോ ചേച്ചി, വാങ്ങി തരുമോ, അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് തരാമെന്ന്. അപ്പം ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അതായത് ഓണറിന്റെ നമ്പർ പിൻ ചെയ്ത് ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം വെളിച്ചെണ്ണയും ഞാനും കൂടെ വന്നോളൂ കേട്ടോ. എത്ര ദിവസമായി മാമ ഇവിടെ കിടക്കണ? 6 മാസം ഈ വെയിറ്റിംഗ് ഷെഡിലോ? 6 മാസം കൊണ്ട് ഇവിടെ കിടക്കുന്നു. ഇപ്പുറത്ത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ മൈക്കിൻ്റെ ഏതാണ്ടൊക്കെ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൈവായിട്ട് പറഞ്ഞതൊന്നും പിന്നീട് വീഡിയോ നോക്കിയപ്പോൾ ഇല്ല കേട്ടോ. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു പോവുകയാണ്. നമ്മൾ എന്താ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നമ്മുടെ ഒരു വെളിച്ചെണ്ണ വിഷയമായിട്ടാണല്ലേ. അപ്പം മനുഷ്യരാണ്, സ്വാഭാവികമാണ്. നമ്മൾ വണ്ടി യാത്ര പോകുമ്പം ഈ കുറേ തുണികളും പുതപ്പും, അത് നമ്മുടെ നാടും കൂടെ ആകുമ്പം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുമല്ലോ. എനിക്കും അധിക ദൂരമൊന്നുമല്ല കേട്ടോ, കുറച്ചപ്പുറത്താണ്. ഒരു 3-4 കിലോമീറ്റർ അകലെയാണ് ഞാനും താമസിക്കുന്നത്. അപ്പോൾ യാദൃശ്യമായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ എന്താ സംഭവം എന്നറിയാൻ കരുതി കേട്ടോ. അപ്പം ദയനീയമായി നിൽക്കുന്ന അങ്കിളിനെയും കുറേ തുണികളും മൺചട്ടിയും നമ്മുടെ കറിക്കലവും കഞ്ഞിക്കലവും ഒക്കെ ചൂട്ടും പിച്ചാത്തിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അങ്കിളിനോട് കാര്യം വീണ്ടും ഞാൻ തിരക്കിയപ്പം അങ്കിള് പറയുക, 6 മാസത്തിന് മുകളിലായി ഞാൻ ഇവിടെ താമസിക്കുകയാണെന്നാണ്. എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ എന്തു പറയാനാണ്, യാചിച്ച് അവർ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് കിടക്കും. സ്ഥിരമായിട്ട് 6-7 മാസം ഇങ്ങനെ കിടക്കുന്നൊന്നും എനിക്കും അറിയില്ല. എനിക്കൊരു അതിശയം തോന്നി കേട്ടോ. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് അപ്പോൾ എന്നോട് എന്തു പറയാനാണ്, കൈകൂപ്പി ചോദിക്കുക ഈ അങ്കിള്, ഒരു വീട് എനിക്ക് തരാമോ എന്നുള്ളത്. അപ്പോഴ് കണ്ട കാര്യം, ഇതിൻ്റെ ബാക്കിലോട്ട് എന്താണെന്ന് എനിക്കറിയില്ല പ്രിയ സുഹൃത്തുക്കളെ. അപ്പോഴ് കണ്ട കാര്യം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഭക്ഷണം എവിടെ നിന്ന് എവിടെ? നീ സ്കൂളിൽ നിന്നോ? ഇവിടെ ഗവൺമെന്റ് UP സ്കൂളുണ്ട് കേട്ടോ. തൊട്ട് ഫ്രണ്ടിലാണ്. ആ സ്കൂളിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് മാത്രം കിട്ടുമോ അതോ വൈകുന്നേരം കൂടെ ചേർത്ത് തരുമോ? വൈകുന്നേരത്തിനും കൂടെ തരുമോ? വൈകുന്നേരത്തിനും കൂടെ ഫുഡ് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ആന്റി വരുന്നുണ്ട്, ആന്റിയോട് വിളിച്ചു. ആന്റി ഇതെല്ലാം പോട്ടെ, അവരുടെ കുടുംബ പ്രശ്നം വിട്ടേക്ക്. ഇപ്പൊ പഞ്ചായത്ത് ഈ അങ്കിൾ ഇവിടെ വന്നിട്ട് 6 മാസമായി എന്ന് പറയുന്നത് അത് സത്യമാണോ? സത്യമാണോ? ഞാൻ ഇതുവഴി പോയപ്പോ ജസ്റ്റ് ഈ ചൂട്ട് കണ്ടോണ്ട് ഇറങ്ങിയത് ആന്റി. കഞ്ഞിക്കലവും കറിച്ചട്ടിയൊക്കെ കണ്ടോണ്ട് ഇറങ്ങിയാണ്. പാവമാണ് അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യും? പഞ്ചായത്തിൽ നിന്ന് എന്ത് ആനുകൂല്യം ഉണ്ടോ വല്ലതും? പഞ്ചായത്തിന് വല്ല ചോറും എല്ലാം കൊടുക്കുമായിരിക്കും, അല്ലാതെ ഒന്നുമില്ല. അതിപ്പോ ഇല്ല. ഒരു ആനുകൂല്യം ഇല്ല. ആരും തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഒരുമാരിപ്പെട്ടവര് വെള്ളം അടിച്ചിട്ട് അവനെ അടിക്കും, ഇരിക്കും, കൊന്നിട്ടിട്ട് പൂഴ കൊടുത്തിട്ടിട്ട് പോകും. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടന്നാലും അങ്ങനെയുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ കിടന്ന് കരയുന്നുണ്ട്. ഞാൻ ബസ്സിൽ പോകുന്ന എനിക്ക് 3 മക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബന്ധുവാണ്. നമുക്ക് പറയാൻ പറ്റില്ല അവനെ കണ്ടിട്ട്. ഇവിടെ ഞാൻ നിൽക്കുമ്പോ ഞാൻ ഇവിടെ വന്ന് അപ്പം യമം ഇവിടെ കണ്ട് ചെമ്മയ്ക്കുകയും മുക്കുകയും മൂളയും ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കയ്യിൽ 10 രൂപ കൊടുക്കാനില്ല. എനിക്ക് ബസ്സിനുള്ള പൈസ ഉണ്ടാകും. വേറൊരാളൂടി ഇരുന്നു. അങ്ങ് ഇവിടെയുള്ള ഒരാള് വൃത്തിപ്പറ ബന്ധത്തിൽ അവര് കൊച്ചിന്റെ 100 വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 10 രൂപ തികച്ചു കൊടുക്കാനില്ല. അങ്ങനെ നിന്റെ പൈസ എടുക്കണി 2 രൂപ താ അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച് അവന് 10 രൂപ കൊടുത്തിട്ട് പറഞ്ഞ് മക്കൾ കിടന്ന് ചെമ്മക്കല്ലേ ആ കടയിൽ പോയി ഒരു ചായ വാങ്ങിച്ചു കൂടി. ഇതിന്റെ അപ്പുറത്തൊരു കടയുണ്ട്, നമ്മളൊരു ബന്ധുവിന്റെ കടയിൽ തന്നെ. യമൻ കൊണ്ട് ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു. ഉള്ളതല്ലേ? അങ്ങനെയൊക്കെയാണ് ആന്റിയാണ് ഇവിടെ കഞ്ഞി വെക്കാൻ നിൽക്കുന്നത്. അതവന്റെ ഒരു ചേച്ചി, അതാണ് 2 നേരം ഭക്ഷണം കൊടുക്കുന്നത്. കഥ പോണ പോക്കാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു എന്ത് പറയാനാണ്, ഭക്ഷണം കൊടുത്തിട്ട് എന്തൊരു ഫലം. കയറി കിടക്കാൻ അവരെല്ലാം കൂടി ബന്ധുക്കളെല്ലാം കൂടി കൈകാര്യം ചെയ്തിട്ട് ഇതിന് കഴിവില്ലാത്തോണ്ട് ഇതിനാരും കൈയാക്കാനില്ല പെങ്ങളെ. പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ പറ്റുമെങ്കിൽ യമൻ എവിടെങ്കിലും ഒതുക്കാൻ പറ്റുമെങ്കിൽ എവിടെങ്കിലും പഞ്ചായത്തിൽ പറഞ്ഞ് ഇപ്പൊ ഒരു നല്ലൊരു പാർട്ടി ഇവിടെ ജയിച്ചിട്ടുണ്ട്. യമൻ ഇവിടെ നിന്ന് വിട്ട് ഇവിടെ ഇട്ട് പട്ടി അടിക്കുമ്പോൾ ചെമ്മനെ കുടിച്ചിട്ട് വല്ല
ബായി വരണ പറയും. ഇല്ലാത്ത ഞാൻ പറയുന്നില്ല. അവനെ കൂടെ നിർത്തിക്കൊണ്ട് വരാം. അവന് ബായി വരണ പറയും. ചിലപ്പം തുണി കാണൂല. അതാണ് ആന്റി രഹസ്യം പറഞ്ഞത്. ചിലപ്പോ തുണി കാണത്തില്ല മനുഷ്യരില്ല. മനുഷ്യരല്ലേ കാണൂല. സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പാവം തോന്നുന്നുണ്ടെങ്കിൽ എവിടെ എവിടെയെങ്കിലും ഒരു കിടക്കാടം ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ഒരു മുമ്പ് ഇപ്പൊ ജയിച്ചു. ആ മുമ്പള്ളി മുഖാന്തരം ആ മുമ്പള്ളി പറഞ്ഞാൽ നടക്കും. ഇത് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. കിടക്ക സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ എന്തായാലും മക്കളെ പോലെ. എനിക്ക് 3 പെൺമക്കളുണ്ട്. ഒരു മോള്. നിങ്ങൾ വന്ന് കണ്ടതിന്റെ പേരില് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു കാര്യം. എന്തായാലും നമ്മുടെ നിങ്ങൾ രണ്ടുപേരും ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കണ്ടിട്ട് നിങ്ങൾ അവന് നല്ല മനസാക്ഷിയുള്ള ആൾക്കാരെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങളെ കണ്ടപ്പോ? അത് മതി, നമുക്ക് അതാണ് വേണ്ടത്. എനിക്ക് തോന്നി അല്ലേ, നമ്മള് മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് ഇത് വഴി പോയപ്പോ ഇവിടെ ഇറങ്ങിയത്. അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആന്റി പറഞ്ഞു തന്നതും അങ്കിള് പറഞ്ഞു തന്നതും ഒക്കെ നിങ്ങൾ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. എന്നാലും എന്ത് പറയാനാണ്, ഇതുപോലുള്ള പാവങ്ങളുടെ വീഡിയോ എടുത്തിടാൻ പറ്റത്തേ ഉള്ളൂ അല്ലേ? അതൊക്കെ അതല്ല, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അല്ലേ? അതെ, ഇവിടെ ഒരു ചൂട്ടും കണ്ട് ഒരു കഞ്ഞിക്കലവും കറിച്ചട്ടിയും കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇവിടെ എന്താ വെയിറ്റിംഗ് ഷെഡിൽ നടക്കുന്നതെന്ന് അറിയാൻ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ അങ്കിൾ. അങ്കിളിന്റെ പേരെന്തുവാ? സുധനാണ് അങ്കിളിന്റെ പേര്. അപ്പൊ ഇനി എന്ത് പറയാനാണ് അങ്കിളെ, എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പോട്ടെ. ശരി, നോക്കേട്ടോ. അപ്പം ഒരുപാട് പേരുടെ അഭിപ്രായം മാനിച്ച് ഞാൻ പഴയ വെളിച്ചെണ്ണയുടെ ഒരു സംവാദമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അല്ലേ? ആ കടയിൽ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമുക്ക് തേങ്ങയിൽ നിന്ന് തുടങ്ങാം. തേങ്ങയാണ് കേട്ടോ. ഇത് തേർഡ് ക്വാളിറ്റി അല്ലേ? തേർഡ് ക്വാളിറ്റി 62 രൂപയാണ് 1 കിലോ എന്നാണ് പറയുന്നത്. ഇതേ കണ്ടോ, ഇതാ മൂടി വെച്ചേക്കാണ്. നല്ല തേങ്ങയാണ് കണ്ടിട്ട്. തേർഡ് ക്വാളിറ്റി പിന്നെ 62 രൂപ കേട്ടോ. ഇതങ്ങനെയാണ്. ഇതേ ബോർഡ് സഹിതം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചേച്ചി കള്ളം പറയുകയാണോ എന്നുള്ളൊരിത് വേണ്ട. ഇന്നത്തെ റേറ്റ്. നാളെ ഇനി കൂടും. കാരണം നമ്മുടെ സ്വർണ്ണ വില അങ്ങനെയാണ്. രാവിലെ ഒരു റേറ്റ് ആണെങ്കിൽ വൈകുന്നേരം വേറെ റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനം. അത് ഇതാ ഇവിടെ പുളി നോക്കിക്കോ. ഇത് 1/2 കിലോയുടെ പാക്കറ്റാ ചേട്ടാ. ഇത് 1/2 കിലോയാണ്. 1/2 കിലോ 50 രൂപ. 1/2 കിലോ പുളി 50 രൂപയാണ്. അപ്പൊ 1 കിലോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറഞ്ഞതാണ്. ഇത് 1/2 കിലോ 50 രൂപ, 1 കിലോ 100 രൂപ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ആണെങ്കിലോ ചേട്ടാ 1/2 കിലോ 70 രൂപ. അപ്പൊ 1 കിലോയ്ക്ക് 140 രൂപ കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി. പുളിയിൽ തന്നെ ഉണ്ട് കേട്ടോ, ഫസ്റ്റും സെക്കൻഡും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ ഡൗട്ട് വെളിച്ചെണ്ണയിലാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒരു വെളിച്ചെണ്ണയുടെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഏറിലാണെന്ന് പറഞ്ഞല്ലോ. ആ വെളിച്ചെണ്ണ എന്തുകൊണ്ട് അത്രമാത്രം വില കുറച്ച് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പൊ ഇങ്ങനെ വന്നോളൂ. ഇതേ വെളിച്ചെണ്ണ ഞാൻ കാണിച്ചു തരാം. അപ്പൊ തേർഡ് ക്വാളിറ്റി വെളിച്ചെണ്ണയാണ്. അന്ന് എനിക്ക് ചേട്ടൻ തന്നത് 260 രൂപയ്ക്കുള്ളത് കേട്ടോ, 1 ലിറ്ററിന്. ഇന്ന് 340 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണ. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. എന്ന് പറഞ്ഞ തേർഡ് ക്വാളിറ്റി വെളിച്ചെണ്ണ വളരെ മോശമൊന്നും അല്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, ഹലോ തേങ്ങ വേണോ? അപ്പൊ തേങ്ങ വാങ്ങിക്കാനായിട്ട് ആള് വന്നിട്ടുണ്ട്. അപ്പൊ അവര് വാങ്ങിച്ചോണ്ട് പോട്ടെ, എന്നിട്ട് ബാക്കി പറയാൻ കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തേങ്ങ എടുക്ക്. വിളിക്കുകയാണ് മുതലാളിയെ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ചെറിയൊരു ബിസിനസ് നടന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കട്ടായത്. ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ് ചേട്ടൻ എനിക്ക് അന്ന് തന്നത് കേട്ടോ. നമ്മുടെ ശബരിമലയിലെ തേങ്ങ എറിഞ്ഞുടയ്ക്കൂലേ, അതിന്റെ ആ ഒരു ഇതാണ് കേട്ടോ. അതെന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു കൂട്ടുകാരി ഈ എണ്ണയുടെ വീഡിയോ കണ്ടുകൊണ്ട് രാത്രി വിളിച്ചു പറഞ്ഞ് ഈ എണ്ണ എടുത്ത് നീ ഫ്രിഡ്ജിലോട്ട് ഒന്ന് വെക്ക്, ഐസ് പിടിക്കുകയാണെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണെന്നൊരു ടിപ്സാ പറഞ്ഞു തന്നെ കേട്ടോ. എങ്കിൽ നല്ല വെളിച്ചെണ്ണയാണ് എന്ന് പറഞ്ഞ് എന്തായാലും ഒരു 10 മിനിറ്റ് പോലും ആയില്ല, ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതും ഇത് ഐസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ സെക്കൻഡ് ക്വാളിറ്റിക്കും തേർഡ് ക്വാളിറ്റിക്കും ഒരു കുഴപ്പമില്ല. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. കണ്ണു അടച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങി കഴിക്കാം കേട്ടോ. അത് ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ അല്ലെങ്കിൽ അങ്ങ് ഒന്നുമല്ല, ഉപയോഗിച്ചത് കൊണ്ട് മാത്രം നിങ്ങളോട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ഇവിടെ വന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കാം. അപ്പൊ നമുക്കിനി അടുത്ത് പിണ്ണാക്ക്, ഞാൻ പുണ്ണാക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞ് പിണ്ണാക്ക് എന്നാണ്. പിണ്ണാക്കിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, കൂടെ വന്നോളൂ.
എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ തേങ്ങയിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ? ഞാൻ പറഞ്ഞത് തേർഡ് ക്വാളിറ്റിയാണ്. 1 കിലോ 62 രൂപ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇത് 65 ചേട്ടാ. സെക്കൻഡ് ക്വാളിറ്റി തേങ്ങയാണ്. ഇതാ എന്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കാറുകാരൻ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയത് സെക്കൻഡ് ക്വാളിറ്റിയുള്ള തേങ്ങയാണ്. ഒരു കുഴപ്പമില്ല, കാരണം ഒരിക്കൽ വാങ്ങിക്കുന്നവർ പിന്നും വരും കേട്ടോ. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. ഇനി ഇരിക്കുന്നത്, ഇത് എന്റെ കയ്യിരിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റിയാണ്. 72 രൂപ അല്ലേ ചേട്ടാ? 1 കിലോയ്ക്ക് 72 രൂപ എന്നാണ് പറയുന്നത്. എന്തായാലും അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഏതാണ്ട് ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ഡൗട്ട് തീർക്കാൻ തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഈ ചാക്കിലിരിക്കുന്നത് പിണ്ണാക്കാണ് കേട്ടോ. ഞാൻ പറയുന്ന പിണ്ണാക്കല്ല, പിണ്ണാക്ക്. ചേട്ടാ 1 കിലോ എത്ര രൂപ ചേട്ടാ? 48 രൂപയാണ് കേട്ടോ 1 കിലോ. അപ്പം നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഈ സംഭവം വേണമെങ്കിൽ, പിണ്ണാക്ക് പശു ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുക. അപ്പം ഇതൊക്കെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തു പോയെന്നുള്ളൂ. ചേട്ടാ മുകളിലിരിക്കുന്ന എണ്ണ ഏതാണ്? വിളക്ക് വെക്കാനോ? 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? 150 രൂപയാണ് കേട്ടോ. വിളക്ക് വെക്കേണ്ട എണ്ണ 1 കിലോയ്ക്ക് 150 രൂപ. അപ്പൊ കുഞ്ഞൊരു വീഡിയോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഇനി അപ്പൊ പിന്നെ വന്ന് വാങ്ങിക്കുക. നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ഇവിടെ നിന്ന് എണ്ണ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ശരിയാണ്. ഇവിടെ വന്നപ്പോ ഒരു അമ്മയെ കണ്ട് പരിചയമായതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സസ്പെൻസ് തന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വരെ വിളിച്ചോണ്ട് വന്നത്. നമ്മുടെ വെളിച്ചെണ്ണയുടെ കാര്യം മായമുണ്ടോ മായമില്ലയോ, എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ള ഒട്ടുമിക്ക ഡൗട്ടും പ്രിയ സുഹൃത്തുക്കൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഞ്ചായത്ത്, നമ്മുടെ ആന്റി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ആര്യങ്കോട് പഞ്ചായത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അടുത്തെന്ന് പറയാനാണ് പുതിയ വിശേഷങ്ങളും പുതിയ കാണാ കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പോവുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെ.